നേരെ നിൽക്കുക എണീറ്റ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഉളുപ്പുണിയിലാണ്. കണ്ടോ, വളരെ മനോഹരമായ ഒരു പച്ച തകിടിയാണ്. നീ പറയാർക്കാ പച്ച തകിടിയോ? വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്ന് ലോച്ചൻ പറഞ്ഞിട്ടുണ്ട്. ലോച്ചനെ കൊണ്ട് അത്രയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അടിപൊളി ഒരു വ്യൂവിൽ നിന്നുകൊണ്ട് വെൽക്കം ബാക്ക് ടു മലയാളി യാത്രകൾ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകൾ അറിയിക്കുക, എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ കമൻറ്റിൽ പറയാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ലൊരു വ്യൂവിൽ നിന്നുകൊണ്ട് പറയട്ടെ, ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഉളുപ്പുണിയിലാണ്. ഉളുപ്പുണിയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ഉളുപ്പുണിയിലെ ഏതോ ഒരു കുന്നിൻ്റെ മുകളിലാണ്. ഞങ്ങൾ വന്നത് മൂലമറ്റത്തുനിന്ന് തിരിഞ്ഞിട്ടാണ്. ഈ സാഹസികമായ യാത്രയും ഗൂഗിൾ മാപ്പ് തന്ന പണിയും ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്ത് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. കാരണം ഞാൻ ഈ കിടക്കുന്ന എന്തുകൊണ്ടാണെന്ന് അത് കണ്ടാൽ മനസ്സിലാവും. വീണുപോയി, അടുത്ത്. പക്ഷെ അതിനുശേഷം കിട്ടിയ കിടിലം വ്യൂ കാരണം ക്ഷീണമൊക്കെ പോയി. സോ അത് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ വരുവാണെങ്കിൽ മൂലമറ്റത്തെത്തുക. മൂലമറ്റത്തെത്തിയ ശേഷം അവിടെയുള്ള വിവരമുള്ള ആരോടെങ്കിലും ചോദിക്കുക ഉളുപ്പുണിയിലേക്ക് പോകുന്ന വഴി ഏതാണെന്ന്. എന്നിട്ട് ആ വഴി കയറി വരിക. ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം ഗൂഗിൾ മാപ്പ് കാണിച്ച വഴിയിലൂടെയാണ് ഞങ്ങൾ വന്നത്. ആകെ നരകിച്ച് നാശമായിട്ടാണ് ഇപ്പോൾ വന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം അത്രയും ഫുള്ള്, അതായത് ഏകദേശം 7 കിലോമീറ്റേഴ്സ് ഇസ് കംപ്ലീറ്റ്ലി ഓഫ് റോഡ്. ഓഫ് റോഡെന്ന് പറഞ്ഞാൽ ഇത്രയും നേരം ഒരു സ്ട്രെച്ചിലുള്ള ഓഫ് റോഡിലൊന്നും ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ പോയിട്ടില്ല. ആകെ തകർന്നടിഞ്ഞു. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷേ ഞങ്ങളെ ടൈപ്പല്ല. ഭയങ്കര ടയറിങ് ആയിട്ടുള്ള ഓഫ് റോഡാണ്. കാരണം ഫുള്ള് കയറ്റവുമാണ്, ഉരുളം കല്ലുമാണ്. വണ്ടിയൊക്കെ അടിവശമൊക്കെ വരെ ഞാകെ നാശമായി. ക്യാമറാമാൻ അവിടെ കിടന്നാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, എന്തായാലും ഇതിൻ്റെ മണ്ടയിലെത്തിയപ്പോൾ ഞങ്ങൾ ആകെ സാറ്റിസ്ഫൈഡ് ആണ്. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. ബിക്കോസ് ഇതുപോലെ നല്ലൊരു വ്യൂ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. വാഗമണ്ണ് പോയിട്ടുണ്ടെങ്കിലും ചെറിയ മൊട്ടക്കുന്നിലാണ് അവിടെ പുൽമേടുകളല്ലേ. പക്ഷേ നമ്മൾ ഈ ന്യൂസിലാൻഡിലൊക്കെ കാണുന്ന പോലെ വലിയ കുന്നിലാണ് ഇവിടെ മൊട്ടക്കുന്നുകളല്ല, വലിയ കുന്നിലാണ് പുല്ലിങ്ങനെ കിളിച്ച് നിൽക്കുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടുത്തെ കാറ്റിനൊരു ലെമൺ ഗ്രാസ്, അതായത് നമ്മുടെ പുൽത്തൈലം ഇല്ലേ, പുൽത്തൈലത്തിൻ്റെ സ്മെല്ലാണ്. കാരണം ഈ കാണുന്ന പുല്ല് മൊത്തവും മറ്റേ ലെമൺ ഗ്രാസ് ആണ്. അതാണ്ട് ഇവിടെ വന്ന് നിങ്ങൾ ക്ഷീണിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ പറിക്കുക, ഞെരടുക, മണപ്പിക്കുക, നിങ്ങൾ നല്ല ഹൈ ആവും. എൻ്റെ 2 കസിൻസ് ഉണ്ട്, മനു യദു. അവർ പറയുന്നൊരു ഡയലോഗാണ്, ഹൈ ആവും മോനൂസേ, ഹൈ ആവും. നല്ല ഹൈ ആണ് ഞങ്ങൾ. ഈ വ്യൂ കണ്ടാൽ തന്നെ നമ്മൾ ഹൈ ആവും. കാരണം തേയിലത്തോട്ടം, പുൽമേടുകൾ, പിന്നെ ഇവിടുത്തെ ചെറിയ തേയിലത്തോട്ടത്തിലെ ചേട്ടന്മാർക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ ഉണ്ട്. കാരണം ഞാനൊരു ചെറിയ തേയിലത്തോട്ടത്തിൽ കയറിയപ്പോൾ എന്നോട് ഇറങ്ങടാ വെളിയിലെന്ന് പറഞ്ഞു. ഞാനേട്ടാ തേയിലൊന്നും പറിക്കാൻ പോയതല്ല, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ പോയതാണ്. ഇതാണ് മലയാളീസ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അടിപൊളി വ്യൂ ആണ്. ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് എല്ലാവരും പോരെ. ഉളുപ്പുണിയൊക്കെ ഓപ്പൺ ആണ്. ഇവിടെ ആരുമില്ല, ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. എല്ലാവരും പോരെ. കമൺ. പ്രോപ്പർ ഉളുപ്പുണി ജംഗ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ കാണിച്ച പള്ളി കാണാം. ആ പള്ളിയുടെ സൈഡിലുള്ള റോഡിൽ കൂടി മുകളിലോട്ട് കയറി പോയാലാണ് ഉളുപ്പുണി ടോപ്പ് ഹിൽ സ്റ്റേഷനിലേക്ക് എത്തുക. ഉളുപ്പുണിയിൽ പ്രധാനമായിട്ട് കാണാനുള്ളത് ഈ ഗ്രാസ് ലാൻഡ്സിലൂടെയുള്ള ഈ റൈഡും അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. പോകുന്ന വഴിക്ക് ഈ കാപ്പിച്ചെടികളും ഇപ്പുറത്തെ സൈഡിൽ വാഗമണിലൊക്കെ സാധാരണ കാണാറുള്ള തേയിലത്തോട്ടവും ഏലച്ചെടികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വണ്ടിയിൽ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഇതുപോലെ റോഡ് രണ്ടായിട്ട് തിരിയുന്നിടത്തുനിന്ന് വലത്തേക്ക് വേണം പോകാൻ. കുറച്ച് ഓഫ് റോഡ് ആഗ്രഹിച്ച് വരുന്നവരാണെങ്കിൽ ഇതുവഴി പോയാൽ മതി. ഇതുവഴി പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല കുത്തനെയുള്ള ചെറിയ ഓഫ് റോഡ് കിട്ടും. പക്ഷേ മറ്റേതിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവിടെ ജീപ്പ് റൈഡ് ഉണ്ട്. ജീപ്പ് റൈഡിന് 2000 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. അത് ചെയ്ത് കൊടുക്കുന്ന ആളിൻ്റെ നമ്പർ നമ്മൾ ആഡ് ചെയ്തേക്കാം. പിന്നെ ഇപ്പോൾ വരുന്ന ഈ 2 പേരെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഇവർ 2 പേരും നമ്മളോട് തമിഴിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് തമിഴരാണെന്ന് ഞാൻ ഗസ് ചെയ്യുകയാണ്. പക്ഷേ അവർ നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നൊരു ഹെൽപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പോലും ആവശ്യപ്പെടാതെ നമ്മളെ അവർ വിളിച്ച് നിർത്തി വണ്ടി ഏതുവഴിയാണ് തിരിഞ്ഞു പോകേണ്ടത്, ഏതുവഴി പോയാൽ വണ്ടിയുടെ അടിവശം തട്ടും, അവരുടെ വണ്ടി കയറി പോകാൻ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ അങ്ങോട്ട് ചോദിക്കാതെ അവർ ചെയ്തു തന്ന ഹെൽപ്പിന് നമ്മളിപ്പോൾ അവർക്ക് നന്ദി പറയുകയാണ്. ഞാൻ ലിജോച്ചനോടൊപ്പം ചോദിക്കുകയും ചെയ്തു, നമ്മളായിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ചെയ്യുമോ എന്ന് ഞങ്ങൾ ആലോചിച്ചു. എന്തായാലും പേരറിയാത്ത, എവിടുന്ന് വന്നവരാണെന്നറിയാത്ത നമ്മളെ ഹെൽപ്പ് ചെയ്ത 2 ബ്രദേഴ്സ് ഈ വീഡിയോ എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇടുക. നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഉളുപ്പുണിയിൽ ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് കാണാനുള്ള ഇതുപോലെയുള്ള ഓഫ് റോഡ് റൈഡ്. പക്ഷേ 2 സൈഡിലും നല്ല മൊട്ടക്കുന്നുകൾ, പുൽമേടുകളിലൂടെയുള്ള ഈ ഒരു റൈഡാണ് ഉളുപ്പുണിയിൽ പ്രധാനമായിട്ട് കാണാനുള്ളത്.
സോ അത് എൻജോയ് ചെയ്യുന്നവർക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ തന്നെ വരാം. പിന്നെ കോടമഞ്ഞൊക്കെ ഉള്ള സമയമാണെങ്കിൽ അടിപൊളിയായിരിക്കും. ആക്ച്വലി പ്രോപ്പർ ഉളുപ്പണിയിൽ ഞങ്ങൾ ഇപ്പോഴാണ് എത്തിയത്. നേരത്തെ നമ്മൾ ഉളുപ്പണിയുടെ ഏതോ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഗൂഗിൾ മാപ്പ് വഴി, ഗൂഗിൾ മാപ്പിലെ ചേച്ചി പറഞ്ഞു തന്ന വഴി കൂടെ നമ്മൾ വന്ന് ഒരു ഉൾനാട്ടിലെ ഓഫ് റോഡിൽ കൂടെ ഒക്കെയാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ ഓഫ് റോഡ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഒരുപാട് ഓഫ് റോഡ് പോകാൻ വയ്യാത്തവർ അതുവഴി വരാണ്ട് വാഗമണ്ണ് വന്നിട്ട് വാഗമണ്ണെന്ന് വന്നാൽ മതി. പറയാനുണ്ട് ഈ മൂലമറ്റത്ത് നിന്ന് തന്നെ റൈറ്റ് തിരിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്നു. ഓക്കെ ഓക്കെ. പക്ഷേ ഇതുവഴി വന്നാലും ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഞങ്ങൾ വന്ന വഴി വന്നാൽ ഇവിടെ ജീപ്പുണ്ട് ഇങ്ങോട്ട് വരാൻ. വീണ്ടും ഓഫ് റോഡ്. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണല്ലോ. ഈ ഉളുപ്പുണി യാത്ര ഞങ്ങൾക്ക് തന്നത് ഈ പുൽമേടുകളിലൂടെയുള്ള ദീർഘമായ തണുത്ത കാറ്റടിച്ച പുൽത്തൈലത്തിൻ്റെ മണമുള്ള ആ ഒരു ഓഫ് റോഡ് യാത്രയാണ്. പിന്നെ അപ്രതീക്ഷിതമായി ഞങ്ങളിവിടെ ഇറങ്ങാൻ നേരം പരിചയപ്പെട്ട തൃശ്ശൂരിൽ നിന്നുള്ള കുറച്ച് കൂട്ടുകാർ. അതിൽ മെൽവിൻ്റെ പേര് മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവരെയൊന്നും വിശദമായി പരിചയപ്പെടാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും തൃശ്ശൂർ കവർ ചെയ്യാൻ വരുമ്പോൾ, ആ ഭാഗത്ത് വരുമ്പോൾ നിങ്ങളെ ഉറപ്പായിട്ടും കാണുന്നതായിരിക്കും, പരിചയപ്പെടുന്നതായിരിക്കും.
പിന്നെ ഉളുപ്പുണിയിൽ ഞങ്ങൾക്ക് കുറച്ച് കാഴ്ചകളൂടി കാണാനുണ്ടായിരുന്നു. ഉളുപ്പുണി വെള്ളച്ചാട്ടം, ഉളുപ്പുണി ടണൽ. അത് നിങ്ങൾ അടുത്ത പാർട്ടായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. സോ ആ വീഡിയോയും കാണാൻ മറക്കരുത്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ മക്കളെ. വോയിസ് ഓവർ എടുക്കണം. സിഗ്നേച്ചർ കൊറോണ ഓരോന്ന് കാണിച്ചു കഴിയുമ്പോഴേ നമ്മൾ ഓർക്കുള്ളൂ. ഇവിടെ നിന്നായിരുന്നു വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനലിൽ പറയേണ്ടത്. ഇത്രയും നല്ല സ്ഥലം അവിടെ ഞങ്ങൾ നിന്നപ്പോൾ വിചാരിച്ചു അവിടെ ഏറ്റവും നല്ല സ്ഥലമാണ്. പക്ഷെ ഇവിടെ വന്നപ്പം ഇതാണ് ഏറ്റവും നല്ല സ്ഥലം. ഇതാണ് ഉളുപ്പുണി. അയ്യോ നേരെ നിൽക്കുക. ആണ് കേട്ടോ ഉളുപ്പുണി. ഞാൻ ഇപ്പൊ ഒന്ന് മറിഞ്ഞു വീണായിരുന്നു. ഇതാണ് കറക്റ്റ് ഉളുപ്പുണി. ഇച്ചിരി കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓഫ് റോഡ് കുറച്ച് മതി എന്നുള്ളവർക്ക് ഇതുവഴി ഇങ്ങോട്ട് വന്നാൽ ചെറിയ ഓഫ് റോഡ് ഉണ്ട്. വലിയ ഓഫ് റോഡ് വേണമെന്നുള്ളത് ചെറിയൊരു വലിയ കുത്തനെയുള്ള ഒരു സ്റ്റീപ്പ് ഉണ്ട്. നല്ല ഇത്ര ഇങ്ങനെ ഇരിക്കുന്ന ഒരു കയറ്റമൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ വന്ന വഴി കൂടെ വരുവാണെങ്കിൽ ഒരുപാട് ഓഫ് റോഡാണ്. എനിവേ ഇവിടെ നിന്നായിരുന്നു അത് ഞാൻ പറഞ്ഞ പോലെ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയണ്ടേ. എന്തായാലും ഇത്രയും നല്ലൊരു വ്യൂ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. കോടമഞ്ഞ് കയറി വരുന്നുണ്ട്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എല്ലാം കോട മൂടും. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ ഏതോ ഡാമിൻ്റെ റിസർവോയർ ഉണ്ട്. ഏത് ഡാമാണെന്ന് അറിയില്ല. അറിയാമെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യാം. ഒരു സ്ഥലത്ത് വരുന്നതിന് മുമ്പ് ഞാൻ ആക്ച്വലി ആ സ്ഥലത്തെ പറ്റി കുറച്ച് വായിക്കും. പക്ഷെ ഇന്ന് എനിക്ക് വായിക്കാൻ പറ്റില്ല. കാരണം വന്ന വഴി ഒന്നും റേഞ്ച് ഇല്ലായിരുന്നു. പിന്നെ വീട്ടിൽ വെച്ച് വായിക്കാൻ പറ്റി. സൂപ്പർ വ്യൂ കേട്ടോ. ഉളുപ്പുണിയിൽ ഒരു തിരക്കുമില്ല. ശാന്തസുന്ദരം. ആളുകളില്ല. ഇതുവഴിയാണ് നമ്മൾ വന്നത്. നമ്മുടെ ഈ സ്ഥലം ഇയോബിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്. അസാധ്യ വ്യൂ ആണ് കേട്ടോ. അസാധ്യ വ്യൂ എന്ന് പറയുന്ന പ്രയോഗം ശരിയാണെന്ന് അറിയില്ല. അസാധ്യമായ വ്യൂ അല്ല, അസാധ്യമായ വ്യൂ അല്ലേ. സാധ്യമായിട്ടല്ലേ നമ്മളിവിടെ വന്നേ. സൂപ്പർബ്. ഇതിൻ്റെ മുകളിലോട്ട് ജീപ്പ് എത്തുമെന്നാണ് പറയുന്നത്. വണ്ടികളും കയറ്റുന്നവരുണ്ട്. ഇവിടെ ക്യാമറ എങ്ങോട്ട് തിരിച്ചു വെച്ചാലും ഭംഗിയാണ്. വെരി ബ്യൂട്ടിഫുൾ. ഇനി ചോറിനാൻ പോവാണേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ ഉളുപ്പുണിയിൽ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. വീട്ടിൽ നിന്ന് പൊതി എല്ലാ തവണത്തെ പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന എത്രത്തോളം സേഫ് ആണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് എന്തായാലും ചോറെടുക്കും. നല്ല ഇലപ്പൊതി ചോറാണ്. സോ അത് കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ബൈ ബൈ. വേണ്ടി വന്നതല്ല ഇപ്പം. വാഗമണ്ണ് ഇറങ്ങാൻ വേണ്ടി വന്നയാ. ഞങ്ങൾ ഉളുപ്പുണിയിലേക്ക് വന്നയാ. ഇപ്പോൾ സ്ഥലം ഉളുപ്പുണിയാണെന്ന് പറഞ്ഞു കൊടുത്ത ചേട്ടനാണ് കുട്ടൻ ചേട്ടൻ. ചേട്ടൻ്റെ പേര് കുട്ടൻ എന്നാണോ കുട്ടപ്പനാണോ എന്ന് മറന്നുപോയി. ചേട്ടൻ്റെ പേരും ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഈ മാസ്ക് ഇട്ട് നിൽക്കുന്ന ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ട ആളാണ് മെൽവിൻ. ഇപ്പം മാസ്ക് മാറ്റിയവനാണ് മെൽവിൻ. സോ മെൽവിനെ മാത്രമേ പരിചയപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവർ തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. വാഗമണ്ണ് ബൈക്ക് വെച്ചിട്ട് നമ്മുടെ ചേട്ടൻ്റെ ജീപ്പിൽ ഉളുപ്പുണി കറങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നിങ്ങൾ തൊടുപുഴ വഴിയാണ് വരുന്നതെങ്കിൽ നമ്മുടെ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ വീട് കാണാം. പിന്നെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഓം ശാന്തി ഓശാനയിലെ നസ്രിയയുടെ വീട് കാണാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മലങ്കര ഡാമും ഓപ്പൺ ആണ്. അതും കൂടി കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.